ഹായ് ഗേസ്, ട്രിവാൻഡ്രം വെള്ളറയിലെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിലാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സുകൾ നിൽക്കുന്നത്. അവർക്കും കൂടി യൂട്യൂബിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൂടി വീഡിയോ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെയൊക്കെ കറങ്ങി കാണാൻ പോവുകയാണ്. ഇവിടെ നോക്കിയ ഒരു സീനറി പോലത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ കളരി പഠിപ്പിക്കുന്ന സ്ഥലത്തെത്തി. ഇന്നിവിടെ ക്ലാസ് ഇല്ല, അല്ലെങ്കിൽ കളരി കാണാമായിരുന്നു. ആദ്യമായി ഗ്ലാസ് ക്രാഫ്റ്റ്സിലാണ് നമ്മൾ വന്നത്. ഗ്ലാസിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. കണ്ണിന് ഫ്രഷ്നെസ് നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് ലഭ്യമാകുന്നത്. അടുത്തായി നമ്മൾ ഹാൻഡ്ലൂം വില്ലേജിലാണ് വന്നത്. സാരിയാണ് ചെയ്യണം അല്ലേ? സാരിയാണ് ഇപ്പോൾ കൈത്തറി ചെയ്ത സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. നമ്മൾ വൈറ്റ് വുഡ് ക്രാഫ്റ്റ്സിലാണ് വന്നത്. അവിടെ ഒരു വലിയ സ്തൂപം കണ്ടു. ആ സ്തൂപത്തിൽ നിറയെ കൃഷ്ണൻ്റെ പല പല രൂപങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? രാവിലെ മുതലാണ് ഇത് ഇത്രയും ചെയ്തത്? 10 മണിക്ക് തുടങ്ങിയതാണ്. ഇന്നിത് കംപ്ലീറ്റ് ആവും. ഫിനിഷിംഗ് വർക്ക് ഒരു മണിക്കൂറിനകത്ത് കഴിയും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ മുഖം ചെയ്യണം അല്ലേ? പിന്നെ ഒരു മണിക്കൂറത്തെ പോളിഷ് ചെയ്ത് ഇതേ കളറാക്കാം. ഈ കളറാക്കും. ഇതിന് പിന്നെ അടിയിൽ കഴിഞ്ഞിട്ട് ബേസ് വരും, അതിൽ ഘടിപ്പിക്കും. ഈ കയ്യിൽ ഗതയാണ് പറഞ്ഞത്. നീലഹനുമാനായിട്ടാണ് എടുപ്പിക്കുന്നത്. നീലഹനം. അപ്പോൾ ഈ കയ്യിൽ ഗത വരും. സിൽക്ക് ക്രാഫ്റ്റ്സിലാണ് വന്നത്. അവിടെ നിറയെ ആഭരണ പെട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം ഞാനെടുത്ത് നോക്കി. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മൾ പോയത് ആറന്മുള കണ്ണാടി കാണാനായിരുന്നു. കണ്ണാടികളെല്ലാം നല്ല രസമായിരുന്നു കാണാൻ. ഇതെല്ലാം പല പല കളറിലുള്ള ത്രെഡിലുണ്ടാക്കിയ സാധനങ്ങളാണ്. അടുത്തായിട്ട് നമ്മൾ വന്നത് ഉഗാണ്ടയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കാണാൻ വേണ്ടിയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം കാണാൻ. പിന്നെ നമ്മൾ പോയത് തടി കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾ കാണാനാണ്. കൃഷ്ണനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പോസ് ചെയ്തു. അതിനുശേഷം അടുത്ത് ഒരു തിരുപ്പതി വെങ്കടാചലത്തിൻ്റെ വിഗ്രഹമാണ് ഉണ്ടത്. ശരിക്കും ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 3 വർഷം കൊണ്ടാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയെന്നാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു കുറേ വിഗ്രഹങ്ങളും അവിടെ ഉണ്ട്. പ്രതിമകൾ വേറെ ഉണ്ട്. നല്ല രസമാണ് ഇതെല്ലാം കാണാൻ. അങ്ങനെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് കപ്പലുകൾ കണ്ടു. അപ്പോൾ എനിക്ക് ടൈറ്റാനിക് സിനിമയാണ് ശരിക്കും ഓർമ്മ വന്നത്. പിന്നെ നമ്മൾ വന്നത് കോക്കനട്ട് ഹൗസ് ക്രാഫ്റ്റ്സിലാണ്. അവിടുത്തെ ഓരോ സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തേങ്ങ കൊണ്ട് ഇങ്ങനെയും സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന്. അടുത്തതായി നമുക്ക് പല പല കളറിലുള്ള നെറ്റിപ്പട്ടങ്ങൾ കാണാം. ഇതെല്ലാം ബ്യൂട്ടിഫുള്ളാണ്. ഇതിൽ വെള്ളി കളറിൽ കാണുന്നത് ഫൈബറിൻ്റെ നെറ്റിപ്പട്ടാണ്. അതിന് തീരെ വില കുറവെന്നാണ് അവർ പറഞ്ഞത്. മറ്റേതിന് നല്ല വില വരുമെന്ന്. ഈ ചിത്രങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം കളർ പേപ്പറിൽ ഉണ്ടാക്കിയ ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളെല്ലാം നേരിട്ട് കാണാൻ ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ നമ്മൾ വന്നത് എംപോറിയം കാണാനാണ്. എംപോറിയത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ആകെ തളർന്ന്, വീഡിയോ എടുത്തെടുത്ത് തളർന്ന്. എങ്കിലും അതിൻ്റെ അകത്ത് കയറിയപ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വിഗ്രഹങ്ങൾ വെങ്കലത്തിലുണ്ടാക്കിയ നമുക്ക് കാണാൻ കഴിഞ്ഞു. പണ്ടത്തെ സാധനങ്ങളാണ്. പറ, പിന്നെ ഓരോ മണ്ണിലുണ്ടാക്കിയ മൺപാത്രങ്ങൾ, അങ്ങനെ ഓരോന്നും. പിന്നെ കുറേ നല്ല പെയിൻറ്റിങ്ങുകളാണ് ഇതെല്ലാം ക്യാമറയിൽ കാണും പോലെയല്ല, നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതെല്ലാം കാണാൻ. ശരിക്കും സമയം കിട്ടുമെങ്കിൽ എല്ലാ പേരും ഇത് വന്ന് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.